നമസ്കാരം. എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു തെറാപ്പി, സൈക്കോ തെറാപ്പി നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പം ധാരാളം ആൾക്കാർ കൗൺസിലിങ്ങിനും അല്ലെങ്കിൽ അതുപോലെയുള്ള തെറാപ്പികളൊക്കെ സീക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ മുമ്പത്തെക്കാളും കൗൺസിലിംഗ് ആഗ്രഹിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഇൻ്റർവെൻഷന് ഏറ്റവും വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വില്ലിങ്നെസ് ആണ്. ഇപ്പോൾ ഒരു കൗൺസിലിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറാപ്പി സീക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ആൾക്കാർ ഈ കൗൺസിലിങ്ങിന് വേണ്ടുന്ന ആർക്കാണോ കൗൺസിലിംഗ് ചെയ്യേണ്ട ആളുടെ വില്ലിങ്നെസ് ഇല്ലാതെ കൂട്ടിക്കൊണ്ട് വരുന്നതായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം മദ്യപാനം ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയ ആൾക്കാർ, അവരുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് മാറാൻ ഒരു രീതിയിലും വില്ലിങ്നെസ് ഉണ്ടാവില്ല. പക്ഷേ അവരെ കൂട്ടിക്കൊണ്ട് വരുന്നൊരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ക്ലയൻറ്റിന് പ്രോപ്പറായിട്ടുള്ളൊരു വില്ലിങ്നെസ് ഇല്ലെങ്കിൽ അത് വളരെ ടഫായിട്ടുള്ള സിനാരിയോയിലേക്ക് അതിൻ്റെ ഒരു പ്രോഗ്നോസിസ് പോകുമെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിൻസിയറായിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വില്ലിങ്നെസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഒരു ഇൻസൈറ്റ് എന്ന് പറയും. ഇപ്പം 6 റേറ്റിംഗ് ഉള്ള ഒരു ഇൻസൈറ്റ് സ്കെയിൽ തന്നെ ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് 6th സ്കെയിലിൽ വരുന്ന ഇൻസൈറ്റാണ്. അതായത് ട്രൂ ഇമോഷണൽ ഇൻസൈറ്റ്. അതായത് എനിക്കിപ്പോൾ ഇന്ന പ്രോബ്ലം ഉണ്ട്, അത് മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്, അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ഞാൻ വില്ലിങ് ആണ് എന്നുള്ള അതിനെക്കുറിച്ചുള്ളൊരു റിയൽ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും വില്ലിങ്നെസ്സും ഇൻസൈറ്റും ഉണ്ടെങ്കിലാണ് ആക്ച്വലി കൗൺസിലിങ്ങും സൈക്കോ തെറാപ്പിയും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഇൻ്റർവെൻഷൻ ലെവൽ നോക്കുമ്പോൾ, ഇപ്പോൾ ഹിസ്റ്റോറിക്കലി ആണെങ്കിലും ഇൻ്റർനാഷണലി ആണെങ്കിലും നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 സ്ട്രീമുകളാണ്. ഒന്ന് സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചും അതുപോലെ തന്നെ ബിഹേവിയറൽ അപ്രോച്ചും. ഇപ്പം സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് ഒരു ഫ്രീ അസോസിയേഷനാണ്, മോസ്റ്റ്ലി ഒരു വെന്റിലേഷനാണ്. ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ഒന്ന് കൗൺസിലിങ്ങിന് പോയി ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഒരു കംഫർട്ട് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് കഴിയും, പ്രത്യേകിച്ച് ഫീമെയിൽസിനൊക്കെ തന്നെ. അപ്പം അതൊരു സൈക്കോ അനലിറ്റിക് അപ്രോച്ചാണ്. അതിനകത്ത് വേണ്ടുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓണസ്റ്റായിട്ട് സീരിയസ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആക്റ്റീവായിട്ട് അറ്റൻറ്റീവായിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം അത് പ്രോപ്പറായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് പാരഫ്രൈസ് ചെയ്ത് അതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റും കംഫർട്ടുമായിട്ടാണ് അതിനകത്തൊരു ചേഞ്ച് വരുന്നതായിട്ടാണ് അല്ലെങ്കിൽ അതിനകത്തൊരു ആശ്വാസം വരുന്നതായിട്ടാണ് കാണുന്നത്. അതേസമയം ഒരു ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ആണ്. ഇപ്പം സൈക്കോ അനലിറ്റിക് അപ്രോച്ചിനകത്ത് ജനറലി അല്ലെങ്കിൽ ബേസിക്കലി ഒരു വെന്റിലേഷൻ അല്ലെങ്കിൽ വെൻ്റ് ഔട്ട്, ഒരു ഫ്രീ അസോസിയേഷൻ ആണെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ചിനകത്ത് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു എൻജിനീയറിംഗ് വേ ഓഫ് അപ്രോച്ചാണ്. ഒരു ഹ്യൂമൻ എൻജിനീയറിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനൊരു ഒരു ഫോർ ദ സേക്ക് ഓഫ് ദിസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അങ്ങനെ വിളിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പം നിലവിലുള്ള ഒരു പ്രോബ്ലം നമ്മുടെ ഒരു ക്ലയൻറ്റ് ഫേസ് ചെയ്യുമ്പോൾ അതിനെ പല 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 പാർട്ടുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ലീസ്റ്റ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലീസ്റ്റ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു ഒരു സിനാരിയോ നമ്മൾ എടുത്തിട്ട് ഗ്രാജുവലി അതിനെ വർക്കൗട്ട് ചെയ്ത് കുറേശ്ശെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി ജനറലി ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം ബിഹേവിയറൽ അപ്രോച്ചിനകത്തൊരു പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ പ്രോബ്ലം സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷനാണ് ആക്ച്വലി ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് കൊഗ്നിറ്റീവ് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം കൊഗ്നിറ്റീവ് ബിഹേവിയറൽ അപ്രോച്ചിനകത്ത് ആ കൊഗ്നീഷൻ അതിൻ്റെ ഒരു കോർ ബിലീഫും കൂടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനകത്ത് ഓട്ടോമാറ്റിക് തോട്ട്സും എല്ലാം അനലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ ഒരു സൈക്കോ തെറാപ്പിയിൽ വില്ലിങ്നെസ്സോട് കൂടെ
ആ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനം ക്ലയൻസിന് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വലിയ രീതിയിലുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്.